ദൈവത്തിന് മഹത്വം. കാലം തികഞ്ഞു, ദൈവത്തിൻ്റെ രാജ്യം സമീപമായിരിക്കുന്നു. ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് ഓരോ ആഴ്ചകളിലും മുടക്കം കൂടാതെ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്താവിഷയം നമുക്ക് നൽകിയിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഉത്സാഹത്തോടുകൂടെ ദൈവവചനം കേൾക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തീകരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ സംസാരിക്കും. അതേ ഓരോ വർഷങ്ങളും ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ചോദ്യങ്ങളുണ്ട്. എങ്ങനെയായിത്തീരും ഈ വർഷം? ഈ വർഷം എൻ്റെ കുടുംബം എങ്ങനെയായിത്തീരും? അല്ലെങ്കിൽ ബിസിനസ് എന്തായിത്തീരും? ജോലി എന്തായിത്തീരും? ആരോഗ്യ മേഖല എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് വേണ്ട ലോകത്തെക്കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, മക്കളെക്കുറിച്ച് പലവിധമായ ചിന്താകുലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ പകൽക്കാലം ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറയുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യം നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഇതിൽ നിന്ന് പ്രസംഗം കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ പുതിയതായി ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്നവർ, തുടർമാനമായി ഈ TV പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഒരുപോലെ സംസാരിക്കുമാറാകട്ടെ. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവായ യേശു ക്രിസ്തു ബെത്താനിയയിൽ ലാസർ, മാർത്താൾ, മറിയ എന്ന് പറയുന്ന ആ കുടുംബത്തിൽ നിത്യ സന്ദർശകനായിരുന്നു. അതായത് അവരുടെ സാധാരണമായ ദിവസങ്ങളിൽ യേശു അവരെ സന്ദർശിച്ചു. അവരുടെ ദുഃഖത്തിൻ്റെ ദിവസങ്ങളിൽ കർത്താവ് അവരുടെ ഭവനത്തിൽ കടന്നു വന്നു. രോഗത്തിൻ്റെ ദിവസങ്ങളിൽ കർത്താവ് ഭവനത്തിൽ കടന്നു വന്നു. എന്തിന്? മരണത്തിൻ്റെ സമയത്തിൽ അവിടെ സന്ദർശകനായി കർത്താവ് കടന്നു വന്നു. അവരുടെ സന്തോഷ ദിവസങ്ങളിലുണ്ടായിരുന്നു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ആണ്ടിൻ്റെ ഓരോ ദിവസങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുമാറാകട്ടെ. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ദുഃഖത്തിൻ്റെ അവസരങ്ങളിൽ ഈ ലോകം നമ്മെ ഒറ്റപ്പെടുത്തും. സന്തോഷത്തിൻ്റെ അവസരത്തിൽ പലർ നമ്മോട് കൂടെ ഉണ്ടാകും. എന്നാൽ സാധാരണ കാലഘട്ടങ്ങളിലും പലർ മറന്നുപോകും. എന്നാൽ സാധാരണമായ ദിവസങ്ങളിലും, സങ്കടത്തിൻ്റെ ദിവസങ്ങളിലും, സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലും കൂടെ ഇരിക്കുവാൻ കഴിയുന്നവനായ ദൈവം ആ കുടുംബത്തിൽ നിത്യ സന്ദർശകനായി കർത്താവ് കടന്നു വരികയാണ്. പെട്ടെന്നാണ് അവിടെ ഒരു പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകുന്നത്. അവർ സ്നേഹിച്ച ആ കുടുംബത്തിലെ ഏറ്റവും പ്രിയങ്കരനായ യേശു സ്നേഹിച്ച ലാസർ എന്ന് പറയുന്ന വ്യക്തിക്ക്, യൗവനക്കാരന്, ആ സഹോദരന് രോഗം കടന്നു വരികയാണ്. രോഗം മൂർച്ഛിച്ചു. യേശുവിനെ അറിയിച്ചു. എന്നാൽ യേശു കാലതാമസമായി പെട്ടെന്ന് ആ മകൻ ലോകത്തോട് വിട പറയുന്നു, മരിച്ചുപോയി. മരിച്ചവനെ അടക്കി 4-ാമത്തെ ദിവസമാണ് യേശു കടന്നു വരുന്നത്. യേശുവും ആ സഹോദരിമാരും ആയിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവായ യേശു മരിച്ചവൻ ജീവിക്കുമെന്ന് പറയുമ്പോൾ ആ സഹോദരി പറയുകയാണ്, മരിച്ചവർ ജീവനോടുകൂടെ എഴുന്നേൽക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ ജീവനോടുകൂടെ എഴുന്നേൽക്കും. എന്നാൽ യേശു അവളെ നോക്കി പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. 2024 ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന വർഷമായി ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടുമാറാകട്ടെ. വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. സഭയിൽ, ശുശ്രൂഷ മേഖലകളിൽ, ജോലി സ്ഥലങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, ബിസിനസ്സുമായുള്ള മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, നീ വിശ്വസിച്ചാൽ
ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇതിൽ നിന്ന് ചില ചിന്തകൾ വേഗത്തിൽ കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹല്ലേലൂയ. ഈ യോഹന്നാൻ്റെ സുവിശേഷം 7 അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുന്നതായ സുവിശേഷം. മറ്റ് ഏത് സുവിശേഷങ്ങളിലും പറയപ്പെടാത്ത ചില അടയാളങ്ങൾ, ചില പ്രത്യേകമായ സൈനുകൾ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം 40-ാം കർത്താവായ യേശു പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? അസാധ്യമായത് സംഭവിക്കും. അസാധാരണമായത്, താമസമായ ചില മേഖലകളിൽ, മരണപ്പെട്ട ചില മേഖലകളിൽ, മനുഷ്യനാൽ ചെയ്യുവാൻ കഴിയാത്ത ചില കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച്, അല്ലെങ്കിൽ വിശ്വാസമനുസരിച്ച്, മരിച്ചവൻ്റെ ആത്മാവ് 3-4 ദിവസങ്ങൾ അവിടെ ഉണ്ടാകും. 3 ദിവസങ്ങൾ അത് കഴിയുമ്പോൾ അവൻ ജീവനോടുകൂടി എഴുന്നേൽപ്പിക്കുവാൻ കഴിയത്തില്ല എന്നാണ്. മരിച്ച പലരെയും കർത്താവ് സൗഖ്യമാക്കി. വീട്ടിൽ വെച്ച് മരിച്ച യൈറോസിൻ്റെ മകളിനെ കർത്താവ് ജീവനോടുകൂടി എഴുന്നേൽപ്പിച്ചു. മരിച്ച അടക്കം ചെയ്യുവാൻ കൊണ്ടുപോയ നായിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ റോട്ടിൽ വെച്ച് കർത്താവ് ജീവനോടുകൂടെ എഴുന്നേൽപ്പിച്ചു. ലാസർ കല്ലറയ്ക്കകത്തിരിക്കുമ്പോൾ കഠിനമായ സാഹചര്യത്തിൽ അവനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഇനിയും മറ്റൊരു സംഭവം പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാട്ടിൽ നഷ്ടപ്പെട്ട ആടിനെ ദൈവം കണ്ടെത്തി. വീട്ടിൽ നഷ്ടപ്പെട്ട ദ്രവ്യ കണ്ടുപിടിച്ചു. നാട്ടിൽ വച്ച് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ മടങ്ങി വന്നു. അതെ, എൻ്റെ യേശു ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നാട്ടിൽ നഷ്ടപ്പെട്ടത്, വീട്ടിൽ നഷ്ടപ്പെട്ടത്, കാട്ടിൽ നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. വീട്ടിൽ വെച്ച് മരണപ്പെട്ടതിനെ വീട്ടിൽ ജീവനോടുകൂടെ തരുവാൻ ദൈവത്തിന് കഴിയും. റോട്ടിൽ അടക്കം ചെയ്യുവാൻ കൊണ്ടുപോയതിനെയും ജീവനോടുകൂടെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്തിന്? കല്ലറക്കകത്ത് വെച്ച് 4 ദിവസമായി നാറ്റമെടുക്കുമേ എന്ന് പറയുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതിനെയും വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ പകൽക്കാലം വിശ്വസിക്കുവാൻ കഴിയുമോ? താങ്കളുടെ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുകയാണോ? ബിസിനസ്സെക്കുറിച്ച് ഭാരപ്പെടുകയാണോ? ആത്മീക ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെടുകയാണോ? കുടുംബ തകർച്ചയിലാണോ? ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. 2024 വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ വീരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വീരന്മാർ ഒരുപാട് പേരുണ്ട്, എന്നാൽ നായകൻ ഒരുത്തനേ ഉള്ളൂ. വീരന്മാർ ഒരുപാട് പേരുണ്ട്, എന്നാൽ വീരന്മാരെ എല്ലാം നാം നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശുവിനെ നോക്കി നമുക്ക് നിയമിച്ചിരിക്കുന്നതായ ഓട്ടത്തിൽ സ്ഥിരതയോടുകൂടെ ഓടുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായി ഇരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? അത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്തിനെ വിശ്വസിക്കണം? ഒന്ന്, നിത്യനായ ദൈവം, ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം ഒരുവനുണ്ടെന്ന് നാം വിശ്വസിക്കണം. 2, ദൈവത്തിൻ്റെ വചനമെല്ലാം ക്രിസ്തു യേശുവിൽ ആമെന്നും ആമേനെന്നും ഇരിക്കുന്നു. ഈ വചനങ്ങൾക്ക് മാറ്റമില്ല. ഈ വചനത്തെ വിശ്വസിക്കണം. കർത്താവായ യേശുവിനെ നാം വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന പ്രവചന ആലോചനകളെ നാം വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അത്ഭുത അടയാളങ്ങളെ നാം വിശ്വസിക്കണം. എന്തിന്? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, ഈ 2024 താങ്കളുടെ കുടുംബങ്ങളിൽ, താങ്കളുടെ ഹല്ലേലൂയ ജോലി സ്ഥലത്ത്, താങ്കളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, ആരോഗ്യ മേഖലകളിൽ ദൈവം അസാധാരണമായി ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നാം അത്യാവശ്യമായി നമ്മിൽ ഉണ്ടാകേണ്ട ഒരു ഘടകമാണ് വിശ്വാസം. നാസറേത്തിൽ യേശുവിന് അധികം അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ അവിശ്വാസം മുഖാന്തരമാണ്.
ഇന്ന് വിശ്വാസി എന്ന പേരുണ്ട്, എന്നാൽ വിശ്വാസമല്ല. ആമേൻ. വിശ്വസിക്കുകയും ആമേൻ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വിശ്വസിക്കുന്നവർ മരണകരമായത് കുടിച്ചാലും അവർക്ക് ഹാനി സംഭവിക്കത്തില്ല. വിശ്വാസത്താൽ ആമേൻ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. വിശ്വാസത്താൽ സ്ത്രീകൾ മരിച്ചവരെ ജീവനോടുകൂടി എഴുന്നേൽപ്പിച്ചു. ഈ പകൽക്കാലം പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഈ കുടുംബത്തിൽ ഈ അത്ഭുതം നടക്കുവാൻ ഞാൻ 5 കാര്യങ്ങളെ കാണുവാനിടയായി. വിശ്വാസത്തെക്കുറിച്ച് ആമേൻ 3 കാര്യങ്ങൾ കൂടെ പറയട്ടെ. വിശ്വാസം ദൈവത്തോട് പറ്റിച്ചേരും. ആർക്ക് വിശ്വാസമുണ്ടോ അവർ ദൈവമായി ആത്മബന്ധത്തിലാകും. താങ്കൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം താങ്കൾ ഈ പകൽക്കാലം അനുഭവിക്കും. വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തോട് പറ്റി നടക്കുവാൻ, ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തോടു കൂടെ വസിക്കുവാൻ കഴിയും. 2, വിശ്വാസം എന്തു ചെയ്യും? വിശ്വാസമുള്ളവർ ദൈവത്തെ അനുഗമിക്കുന്നവരായി തീരും. ദൈവത്തെ അനുഗമിക്കുവാൻ ആമേൻ നമുക്ക് വിശ്വാസം വേണം. നമ്മുടെ മുൻപിൽ കർത്താവ് ഉള്ളത് നാം കാണുന്നില്ല, എന്നാൽ യോഹന്നാൻ കണ്ട വെളിപ്പാട്ടിൽ കണ്ടു 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രങ്ങളെ വലങ്കരങ്ങളിൽ പിടിച്ചു നടക്കുന്നവനായ ക്രിസ്തു. കർത്താവ് യേശു വാക്ക് പറഞ്ഞു, എവിടെ എൻ്റെ നാമത്തിൽ 2-3 പേരുണ്ടോ അവിടെ അവരുടെ മധ്യേ ഞാനുണ്ട്. അതേ, വിശ്വസിച്ചാൽ ഈ പകൽക്കാലം ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഹോസ്പിറ്റലിലാണോ ആയിരിക്കുന്നത്, ഭവനത്തിലാണോ, അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണോ, പ്രാർത്ഥനയിലാണോ, വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണോ ഈ സന്ദേശം കേൾക്കുന്നത്, താങ്കളോടൊപ്പം കർത്താവ് ഉണ്ട് എന്ന് ആമേൻ പൂർണ്ണമായി 100% വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റി കർത്താവ് വിജയത്തിലേക്ക് കൊണ്ടുവരും. വിശ്വാസം ദൈവത്തോട് നമ്മെ ചേർക്കും. വിശ്വാസം ദൈവത്തെ അനുഗമിക്കുവാൻ നമുക്ക് കൃപ നൽകും. 3-മതായി, വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. വിശ്വാസമുണ്ടെങ്കിൽ വചനമനുസരിക്കുവാൻ കഴിയും. വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകളെ കേൾക്കുവാൻ കഴിയും. വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ കഴിയും. എന്തിന്? വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തെ മാനിക്കുവാൻ കഴിയും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം. ഈ കുടുംബത്തിൽ കർത്താവ് ഈ വാക്യം പറയുവാനും അവിടെ അത്ഭുതം ചെയ്യുവാനും 5 പ്രത്യേകമായ കാര്യങ്ങൾ ഞാൻ പറയാം. 1-മതായി അവൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മറിയയുടെയും അവളുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ആമേൻ. ഹല്ലേലൂയ. ദീനം പിടിച്ചതായ ആമേൻ ലാസറിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ളതായ ഒരു ഇൻട്രൊഡക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് അവിടെ കൊടുക്കപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. കാരണം ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഒരു കുടുംബത്തിലെ 3 പേർ, മാർത്ത, മറിയ, ലാസർ. എന്നാൽ നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കർത്താവ് യേശു പ്രശംസിച്ചത് മാർത്തയല്ല, മറിയായിരുന്നു. കാരണം മറിയാണ് ദൈവത്തിൽ നിന്ന് എടുക്കപ്പെടുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ തന്നിൽ നിന്ന് എടുക്കപ്പെടുവാൻ കഴിയാത്ത നല്ലൊരു അംശം തിരഞ്ഞെടുത്തത്, കർത്താവിൻ്റെ പാദപീഠത്തിലെടുത്തത്. മാർത്തയെക്കുറിച്ചോ പല കാര്യങ്ങളെക്കുറിച്ചോ വിചാരിക്കുന്ന ഒരു മാർത്ത, എന്നാൽ എവിടെ പോയി എന്തു ചെയ്തെന്ന് അറിയാത്ത ഒരു ലാസർ. ഒരു കുടുംബത്തിൽ 3 പ്രത്യേകമായ സ്വഭാവമുള്ള 3 പേരുണ്ട്. എന്നാൽ 3 പേരെയും ഒരുപോലെ കർത്താവ് സ്നേഹിച്ചു. തങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് സ്നേഹിക്കുന്നു. ഒരു കയ്യിൽ 5 വിരലുകൾ ഉള്ളതുപോലെ 5 വ്യത്യസ്തമായ സ്വഭാവമുള്ളവർ, 5 വ്യത്യസ്തമായ ഘടകങ്ങളുള്ളവർ, എന്നാലും കർത്താവ് സ്നേഹിക്കുന്നു. ആമേൻ. ഈ ലോകത്തെ കർത്താവ് സ്നേഹിച്ചു. ദൈവവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ആമേൻ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു 31-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ആമേൻ. നിത്യസ്നേഹത്താൽ സ്നേഹിക്കുന്ന ദൈവം, അപ്പനേക്കാൾ, അമ്മയേക്കാൾ, കൂട്ടുകാരെക്കാൾ, കൂടപ്പിറപ്പുകളെക്കാൾ, എന്തിന് ഈ ലോകത്തിൽ നമ്മെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന പലരെക്കാൾ ആഴമായി സ്നേഹിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു.
നമുക്ക് വേണ്ടി ജീവൻ നൽകി സ്നേഹിക്കുവാൻ കഴിയുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു. താങ്കളെ ഇന്ന് പകൽക്കാലം കർത്താവ് സ്നേഹിക്കുന്നു. ഇതൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആമേൻ ശക്തമായി ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, താങ്കളുടെ സാഹചര്യം എന്ത് തന്നെ ആകട്ടെ, അവസ്ഥകൾ എന്ത് തന്നെ ആകട്ടെ, കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പേര് ചൊല്ലി വിളിച്ചവനായ ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. ഒരു മുടിയനായ പുത്രനെ പോലെ ദൂരത്താണോ, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ, ആമേൻ ചില ബന്ധനങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന വ്യക്തി ജീവിതമാണോ, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ഒറ്റപ്പെട്ടവളാണ്, എൻ്റെ ജീവിതം തകർക്കണമെന്ന് ആമേൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണോ, അരുതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്, സ്നേഹനിധിയായ ദൈവം, നിത്യസ്നേഹത്താൽ സ്നേഹിച്ചവനായ ദൈവം. ആമേൻ ഹല്ലേലൂയ. ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായ മറിയയെ, മാർത്തയെ, ലാസറുവിനെ ദൈവം ഒരുപോലെ സ്നേഹിച്ചു. രണ്ടാമതായി ഈ കുടുംബത്തിൽ കർത്താവ് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആമേൻ 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഓരോ വാക്യത്തിലും പറയപ്പെട്ടിരിക്കുന്ന കാരണമുണ്ട്. രോഗം 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 എന്ന വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. 2 കാലതാമസത്തെക്കുറിച്ച് പറയുന്നു. 3-ാമതായി മരണത്തെക്കുറിച്ച് ആമേൻ അവിടെ പറയുന്നു. ഈ 3 സാഹചര്യങ്ങൾ ആ കുടുംബത്തിൽ കടന്നു വരികയാണ്. രോഗം, കാലതാമസം, 3-ാമതായി മരണം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, യേശു സ്നേഹിക്കുന്ന കുടുംബത്തിൽ ഇതെല്ലാം ആമേൻ ശത്രു കൊണ്ടുവന്നതാണോ, അല്ല ദൈവം അനുവദിച്ചതാണോ? ആമേൻ ഈ പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ വിളിച്ച് പറയട്ടെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിന് വേണ്ടി 4 കാര്യങ്ങൾ പറയാം. 1-ാമതായി നാം ആരാധിക്കുന്ന ദൈവം സർവശക്തൻ. 2, ശത്രുവിന് പൈശാചിക ശക്തിക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. 3, മനുഷ്യന് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. 4, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടി ഭവിക്കുന്നു. ഈ ആണ്ടിൻ്റെ ഓരോ ദിവസങ്ങളിലും ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു നോക്കിക്കേ, ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്ത് നടന്നാലും എന്ത് ഭവിച്ചാലും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. അതെ, ദൈവം അനുവാദം കൊടുക്കാതെ ശത്രുവിന് നമ്മെ തൊടുവാൻ കഴിയത്തില്ല. കാരണം യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യോബിനെയും അവൻ്റെ കുടുംബത്തെയും അവനുള്ളതൊക്കെയും ചുറ്റി കർത്താവ് വേലി അടച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം വേലി അടച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് രോഗം വരണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം വേണം. ദൈവം വേലി അടച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് എന്തെങ്കിലും കാലതാമസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം വേണം. ദൈവം വേലി അടച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദമുണ്ട്. ദൈവം അനുവദിച്ചല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. 2023 കഴിഞ്ഞ വർഷങ്ങളിൽ ആമേൻ ജീവിതത്തിൽ വന്ന നഷ്ടത്തെ ദൈവം അറിയുന്നില്ലയോ? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കഷ്ടപ്പാടുകൾ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കഠിനമായ ശോധനകൾ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം പലവിധമായ ഞെരുക്കങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുന്നെന്ന് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ദൈവം അറിയുന്നു, ദൈവം അറിയുന്നു, ദൈവം അനുവദിച്ചതാണ്. ആമേൻ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ ജീവിതത്തിൽ ഭവിക്കുന്നതെല്ലാം ദൈവം അനുവദിച്ചതാണ്. 3-ാമതായി ദൈവം അറിഞ്ഞിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സകലതും ദൈവം അറിഞ്ഞിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദയിലേക്ക് പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദയിൽ വായിച്ചോ. ശിഷ്യന്മാർ അവരോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണിനേരം അല്ലയോ? പകൽ സമയത്ത് നടക്കുമ്പോൾ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായ്ക കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. താൻ ചെയ്യുവാൻ പോകുന്നത് ഇന്ന് എന്ന് ദൈവം അറിഞ്ഞിരുന്നു. അവിടെ രോഗമുണ്ടായത് യേശുവിനെ അറിയിച്ചു, എന്നാൽ അവൻ മരിച്ചത് യേശുവിനെ അറിയിച്ചില്ല. രോഗമുണ്ടായതും അറിഞ്ഞ കർത്താവ് മരണത്തെയും അറിയിച്ചു. അവിടെ ഇപ്രകാരം പറയുന്നു, അവൻ നിദ്ര പ്രാപിച്ചു. നിദ്ര പ്രാപിച്ചെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു അവൻ ഉറക്കത്തിലാണെന്ന്. എന്നാൽ യേശുവിനറിയാം അവൻ ഉറക്കത്തിലല്ല, അവൻ്റെ ജീവിതത്തിൽ മരണം സംഭവിച്ചു. അവൻ ശിഷ്യന്മാർക്കറിയാത്തത് യേശുവിനറിയാം. ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ
എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭവും ദൈവത്തിനറിയാം, അവസാനവും അറിയാം. കാരണം കർത്താവ് അൽബയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചാൽ തുടക്കത്തിൽ തന്നെ ഒടുക്കം അറിയുന്നവനായ ദൈവം. അങ്ങനെയെങ്കിൽ 2024 നാം ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആരംഭം ഉണ്ടായിരിക്കുന്നു. ഇതെങ്ങനെ അവസാനിക്കുമെന്ന് നമുക്കറിയത്തില്ല. ആമേൻ. നമ്മുടെ കുടുംബ ജീവിതം നാം ആരംഭിച്ചിരിക്കുന്നു, എങ്ങനെ അവസാനിക്കുമെന്നറിയത്തില്ല. ഒരു കൊച്ചു ജനിച്ചിരിക്കുന്നു, അവൻ്റെ ഭാവി എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല. ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, അതിൻ്റെ അവസാനം എന്തായിരിക്കുന്നുവെന്ന് നമുക്കറിയത്തില്ല. ലോകത്തിൻ്റെ ആരംഭങ്ങൾ, ആമേൻ, ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം, അവസാനം എന്തെന്ന് അറിയത്തില്ല. എന്നാൽ ഇതുപോലെ പല കാര്യങ്ങളും നമുക്കറിയാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ദൈവത്തിനറിയാം, ഈ വർഷത്തിൻ്റെ അവസാനം ദൈവത്തിനറിയാം, മക്കളുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിനറിയാം. ആമേൻ. കുടുംബത്തിൽ നടക്കുവാൻ പോകുന്നത്, എന്തെല്ലാം സംഭവിക്കുവാൻ പോകുന്നെന്ന് കർത്താവിന് സകലതും അറിയാം. ആമേൻ. He knows everything. Whatever happened in your life, God knows everything. ജീവിതത്തിൽ നടക്കുന്നത് സകലതും ദൈവം അറിയുന്നു. ഈ ലോകത്തിലെ ശാസ്ത്രന്മാർക്കറിയാത്തത് ദൈവത്തിനറിയാം. ഈ ലോകത്തിലെ ആമേൻ ബുദ്ധിമാന്മാർക്കറിയാത്തത്, ഈ ലോകത്തിലെ നേതാക്കന്മാർക്കറിയാത്തത്, നാളെ നടക്കുവാൻ പോകുന്നത് എന്നതെന്ന് ആമേൻ ഈ ലോകത്തിലെ മനുഷ്യർക്കറിയാതിരിക്കുമ്പോൾ കർത്താവിന് സകലതും അറിയാം. ഇന്നലകളിൽ നടന്നത് ദൈവം അറിയുന്നു, ഇന്ന് നടക്കുന്നത് ദൈവം അറിയുന്നു, നാളുകളിൽ നടക്കുവാൻ പോകുന്നത് ദൈവം അറിയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പം പോലും അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് മാർത്തിയോട് കർത്താവ് പറയുന്നത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒന്ന്, യേശു ആ കുടുംബത്തെ സ്നേഹിച്ചു. രണ്ട്, ആ കുടുംബത്തിൽ കർത്താവ് ആമേൻ അനുവദിച്ചു ചിലത് നടക്കുവാൻ. മൂന്ന്, ആ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞിരുന്നു. നാലാമതായി, ആ കുടുംബത്തെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ടായിരുന്നു. ഈ പകൽക്കാലം പറയട്ടെ, ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ വിചാരങ്ങളുണ്ട്. He cares for us. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മെ അന്വേഷിക്കുവാൻ ആരുമില്ലാതിരിക്കാം. അനാഥയായി, വിധവയായി, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതമായി, ആമേൻ, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവരായി നാം ഇരിക്കുന്നു എങ്കിൽ നമ്മെ തേടി വരുന്ന ഒരു നല്ല ദൈവമുണ്ട്. മനുഷ്യൻ ആമേൻ പണമുള്ളപ്പോൾ നമ്മെ തേടി വരും. മനുഷ്യൻ നാം അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ നമ്മെ അന്വേഷിച്ച് വരും. എന്നാൽ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ബലഹീനതകൾ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ആമേൻ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ആർക്കും നമ്മെ വേണ്ടാത്തവരായി ഒരു കരിയേപ്പിലെ പോലെ നമ്മെ ആമേൻ തള്ളിക്കളയുന്ന ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ അന്വേഷിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്നവനായ നല്ല ദൈവം ആമേനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നാം വായിച്ചു കേൾക്കാം. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. ആമേൻ. യേശു കണ്ണുനീർ വാർത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയട്ടെ, ഈ ലോകം നാം സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കും, എന്നാൽ നാം കരയുമ്പോൾ നമ്മോടൊപ്പം കരയുവാൻ ആരുമുണ്ടാകത്തില്ല. എന്നാൽ കരുതുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ വേദനകൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട്, ആമേൻ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കുമ്പോൾ യേശുവും നമ്മോടുകൂടെ കരയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം, നമ്മെ അന്വേഷിക്കുന്ന ദൈവം. ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ, പ്രിയ സഹോദരനെ, സഹോദരിയെ, മാതാവേ, പിതാവേ, താങ്കളെ ആമേൻ കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. എനിക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മാവിലൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ വർഷത്തിൽ ഏത് സാഹചര്യം വന്നാലും എനിക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഏത് പ്രതികൂലങ്ങൾ വന്നാലും എന്നെ സഹായിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. യെശയ്യാ 41-ാം അധ്യായത്തിൽ പ്രവാചകന് പ്രകാരം വിളിച്ചു പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, എൻ്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതേ ആമേൻ. 43-13 പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മെ കരുതുന്നവനായ ദൈവം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, 1 പത്രോസ് 5-7
അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകൂലങ്ങളെയും അവൻ്റെ മേലിട്ടുകൊള്ളുക. മരണമാണോ, രോഗമാണോ, കാലതാമസമാണോ, ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ സംഭവങ്ങൾ നടന്നിട്ടില്ലയോ, മരിച്ചുപോയവനെ കല്ലറയ്ക്കകത്ത് വെച്ചേക്കുകയാണോ, പുറത്തു വരരുതെന്ന് റൂമാലുകൾ കൊണ്ട് കട്ടപ്പെട്ട നിലയിലാണോ ആയിരിക്കുന്നത്, പുറത്തു വരരുതെന്ന് വലിയ ഭാരമായി കല്ലുരുട്ടി വെച്ച് അടച്ചു വച്ചിരിക്കുകയാണോ? ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അടഞ്ഞ വഴികളെ തുറക്കുവാൻ യേശു സർവശക്തൻ. ബന്ധിക്കപ്പെട്ടവനെ വിടുവിക്കുവാൻ യേശു സർവശക്തൻ. ആമേൻ. മരിച്ചവരെ ജീവനോടുകൂടി എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത കാര്യങ്ങളില്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒന്ന്, ആ കുടുംബത്തെ കർത്താവ് സ്നേഹിച്ചു. രണ്ട്, ആ കുടുംബത്തിൽ ചിലതെല്ലാം ദൈവം അറിഞ്ഞതുകൊണ്ട് അനുവദിച്ചു. മൂന്ന്, ആ കുടുംബത്തിൽ നടക്കുന്ന സകലതും ദൈവം അറിയുമായിരുന്നു. നാലാമതായി, ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ദൈവമായിരുന്നു. അഞ്ചാമതായി, ആ കുടുംബത്തിൽ അത്ഭുതം ചെയ്യുവാൻ അവൻ ഇറങ്ങി വന്നു. ഈ പകൽക്കാലം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോട് പറയട്ടെ, അന്വേഷിക്കുന്നവനായ ദൈവമായിട്ട് മാത്രമല്ല, അത്ഭുത മന്ത്രിയായി അവൻ ഇറങ്ങി വരികയാണ്. ലോകത്തിൽ അവൻ ഓരോ ഗവൺമെന്റുകൾ വരുമ്പോൾ പല വിധത്തിൽ മന്ത്രിസഭകൾ രൂപീകരിക്കാറുണ്ട്. ഫൈനാൻസിന് മിനിസ്റ്ററുണ്ട്, വിദ്യാഭ്യാസത്തിന് മന്ത്രിയുണ്ട്, ഗതാഗത വകുപ്പിന് മന്ത്രിയുണ്ട്, ആരോഗ്യത്തിന് മന്ത്രിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇലക്ട്രിസിറ്റി ബോർഡിന് മന്ത്രിയുണ്ട്. എന്നാൽ അത്ഭുതം ചെയ്യുവാൻ വേണ്ടി ഒരു മന്ത്രിസഭയിലും മന്ത്രിമാരില്ല. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുവിനെ കുറിച്ച് ദൈവവചനം ആമേൻ ആമേൻ വ്യക്തമായി വിളിച്ച് പറയുന്നു. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാം പിതാവ്, വീരനാം ദൈവം. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം. ഈ പകൽക്കാലം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. മറിയയും മാർത്തയും കല്ലറയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കർത്താവേ, 4 ദിവസമായി മരിച്ചിട്ട് 4 ദിവസമായി. ഇന്നേക്ക് ആമേൻ ഹല്ലേലൂയ അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. അതിൻ്റെ ത്വക്കും മാംസവും എല്ലാം അഴുകുവാൻ തുടങ്ങിയിട്ടുണ്ടാകും. നാറ്റം വച്ചിട്ടുണ്ട്. അസാധ്യമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. 2024 കഠിനമായത്, മനുഷ്യരെ കൊണ്ട് വിശ്വസിക്കുവാൻ കഴിയാത്തത്, കുടുംബക്കാർ പറയും നാറിപ്പോയെന്ന്, സാക്ഷക്കാർ പറയും നാറിയതാണ്, ഇനി ഒരിക്കലും 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 പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന വിഷയത്തിൻ്റെ നടുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ 2024 വിശ്വാസമുള്ളവരായി തീരുക, ബലമുള്ളവരായി തീരുക, കർത്താവിനെ മുറുകെ പിടിക്കുന്നവരായി തീരുക, യേശുവിനെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുക, ദൈവം പറഞ്ഞ പ്രവചന ദൂതുകളെ വിശ്വസിക്കുക. താങ്കളുടെ ജീവിതത്തിൽ ആമേൻ വ്യത്യസ്തമായ അസാധാരണമായ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മേൽത്തരമായ അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ യേശു ഇറങ്ങി വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പുതിയ വർഷത്തിൽ ദൈവം അനുഗ്രഹിക്കണം. വിശ്വാസത്തോടുകൂടെ ചിലതിനെ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ, നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരണമേ. ആമേൻ. സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം മുഖാന്തരമുണ്ടായ നന്മകൾ, സാക്ഷ്യങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയാം. കർത്താവ് താങ്കളെയും കുടുംബത്തെയും ധാരാളമായി ഈ വർഷത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.